നാട്ടിൽ നിന്ന് ജർമ്മനിയിലേക്ക് പല കാര്യങ്ങൾക്കായി വരുന്നവരുണ്ട്, പഠിക്കാനായി വരുന്നവരുണ്ട്, ജോലിക്കായി വരുന്നവരുണ്ട്, ടൂറിസത്തിനായിട്ട് വരുന്ന ടൂറിസ്റ്റുകളും ഉണ്ട്. ഇതിൽ ഭൂരിഭാഗം ആൾക്കാരും എങ്ങനെയെങ്കിലും ജർമ്മനിയിൽ ചെന്ന് നല്ലൊരു ജീവിതം മുന്നോട്ട് നയിക്കണം എന്ന് ആഗ്രഹിച്ചു വരുന്നവരാണ്. പക്ഷെ ഇതിൽ ചില ആൾക്കാര് വെറുപ്പിക്കുന്ന സ്വഭാവമായിട്ട് ജർമ്മനിയിലേക്ക് വരുന്നവരുമുണ്ട്. ഇതിൽ കൂടുതലും വടക്കേ ഇന്ത്യയിൽ നിന്ന് വരുന്ന ആൾക്കാരാണെങ്കിലും ഈ ഗാങ്ങിൽ പെടുന്ന മലയാളികളുടെ എണ്ണം ഒട്ടും കുറവല്ല. നമുക്ക് പക്കാ നോർമലായി തോന്നുന്ന പല കാര്യങ്ങളും ജർമ്മൻകാർക്ക് അങ്ങനെയല്ല. ചില ഇന്ത്യക്കാര് ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് ബാക്കിയുള്ള ഇന്ത്യക്കാർക്ക് ചമ്മലും നാണക്കേടുമാണ് മിക്കപ്പോഴും ജർമ്മൻകാരുടെ മുന്നിൽ. നമ്മളാണെങ്കിൽ നന്നായി അധ്വാനിച്ച് മറ്റൊരു രാജ്യത്താണെന്നുള്ള ബോധത്തോടു കൂടി തന്നെ ഇവിടെ ജീവിച്ച് ഇവരുടെ കൾച്ചറും ഇവരുടെ നിയമങ്ങളും എല്ലാം മാനിച്ച് ജീവിക്കുമ്പോഴും ചില ഇന്ത്യക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ കാരണം ബാക്കിയുള്ള ഇന്ത്യക്കാരും അല്ലെങ്കിൽ മുഴുവൻ ഇന്ത്യക്കാരും ഇങ്ങനെയാണ് എന്നുള്ള രീതിയിലാണ് ജർമ്മൻകാര് എപ്പോഴും ഇന്ത്യക്കാരെ കാണുന്നത്. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ളതും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതും മറ്റു ചിലർ പറഞ്ഞിട്ടുള്ള ജർമ്മൻകാരെ വെറുപ്പിക്കുന്ന, നമ്മളെ നാണം കെടുത്തുന്ന കുറച്ച് ഇന്ത്യക്കാരുടെ സ്വഭാവങ്ങളെ കുറിച്ചാണ്. അപ്പൊ എല്ലാവരും വീഡിയോ തുടർന്ന് കാണുക. യൂറോപ്യൻ സഞ്ചാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏറ്റവും ആദ്യം പറയാനായിട്ടുള്ളത് ഇന്ത്യക്കാരുടെ ബസ്സിലെയും ട്രെയിനിലെയും സ്വഭാവത്തെക്കുറിച്ചാണ്. ബസ്സിലും ട്രെയിനിലും യാത്ര ചെയ്യുമ്പം ഏറ്റവും ഒച്ചത്തിൽ സംസാരിക്കുന്നത് ഇന്ത്യക്കാർ തന്നെയാണ് പലപ്പോഴും. ഇത് ഞാൻ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഈ വീഡിയോ കോൾ വരുമ്പോഴത്തേന് അത് സ്പീക്കർ മോഡിലിട്ട് യാതൊരു ഹെഡ്സെറ്റോ ഒന്നും ഇല്ലാതെ സംസാരിക്കുന്നത്, അതും ഒച്ചത്തിൽ സംസാരിക്കും. ഈ വീഡിയോ കോളൊക്കെ വരുന്നത് സാധാരണയാണ്. ചിലപ്പോൾ നമ്മൾ ഹെഡ്സെറ്റ് മറന്നു പോയിട്ടുണ്ടായിരിക്കാം. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇപ്പം അത്യാവശ്യമുള്ള കോളൊക്കെയാണ് നമുക്ക് എടുത്തേ മതിയാവത്തുള്ളൂ. അതിന് യാതൊരു തെറ്റും ഇല്ല അതിൽ. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, നമ്മൾ നിൽക്കുന്ന ആ സാഹചര്യം എന്താണ്, അതുപോലെ നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് എന്ത് തോന്നും എന്നുള്ളൊരു വിചാരം പലപ്പോഴും ഇന്ത്യക്കാർക്ക് കാണാറില്ല. ഇതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ബസ്സിലും ട്രെയിനിലും പ്രത്യേകിച്ച് ഗ്രൂപ്പായിട്ട് പോകുന്ന സ്റ്റുഡൻസിന്റെ ഡാൻസ് റീല് എടുപ്പ്. മലയാളികൾ ഇതിൽ യാതൊരു എക്സെപ്ഷനും ഇല്ല. ഇതുപോലെ ചെയ്യുന്ന മലയാളികളും ഉണ്ട്, അതുപോലെ പോസ്റ്റ് ചെയ്ത പല റീലുകളും ഉണ്ട്. ട്രെയിനിലൊക്കെ ഒരു കമ്പാർട്ട്മെന്റിൽ ഇപ്പം മലയാളി സ്റ്റുഡൻസ് ആണ് കൂടുതലെങ്കിൽ അവരുടനെ ഡാൻസ് റീൽ എടുപ്പ്, ഒച്ചത്തിലോ ചിരിച്ചുകൊണ്ടുള്ള സംസാരം. എന്നാൽ മറ്റാൾക്കാർ ആ ഒരു ട്രെയിൻ കമ്പാർട്ട്മെന്റിലുണ്ട് അല്ലെങ്കിൽ ആ ഒരു ബസ്സിലുണ്ട് എന്നുള്ള യാതൊരു ചിന്തയും അവർക്കില്ല. അവരെപ്പോഴും അവരുടെ കാര്യം മാത്രം നോക്കുന്നു. എന്ത് ചെയ്താലും ആരും ഒന്നും പറയത്തില്ല എന്നുള്ള വിശ്വാസത്തോടെ ഡാൻസ് റീൽ എടുക്കുന്നു, ഒച്ചത്തിൽ ചിരിക്കുന്നു. അതെപ്പോഴും ജർമ്മൻകാർക്കൊരു ഡിസ്റ്റർബൻസ് തന്നെയാണ്. അവര് ചിലപ്പോൾ അത് പ്രകടിപ്പിക്കും, ചില ആൾക്കാർ അത് പ്രകടിപ്പിക്കത്തില്ല. ഇനി ഇത് സഹിക്കാൻ വയ്യാതെ ജർമ്മൻകാർ ആരെങ്കിലും ഒന്ന് പ്രതികരിച്ചു പോയി കഴിഞ്ഞാൽ ഉടനെ കൊടിയും പിടിച്ചുകൊണ്ട് വരും റേസിസം. ജർമ്മൻകാർ റേസിസ്റ്റുകളാണ്, എന്നോട് അവരങ്ങനെ പെരുമാറി എന്ന് പറഞ്ഞ് അവരങ്ങോട്ട് കഥ അടിച്ചിറക്കാൻ തുടങ്ങും. എന്നാൽ നമ്മളിങ്ങനെ അവരുടെ മര്യാദകൾ അല്ലെങ്കിൽ അവരുടെ നിയമങ്ങളൊന്നും പാലിക്കാതെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് അവരിങ്ങനെ റെസ്പോണ്ട് ചെയ്തെന്നുള്ള കാര്യം മിക്ക സ്റ്റുഡൻസും അവിടെ അങ്ങ് മുക്കും. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ഓ വലിയൊരു കൊച്ചമ്മ വന്നിരിക്കുന്നു, കാര്യങ്ങളെല്ലാം പറയുന്നു, നീ പിന്നെ എല്ലാം കറക്റ്റായിട്ടാണല്ലോ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ. എനിക്ക് അങ്ങനെ ചിന്തിച്ചാലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് പറയാനുള്ളത് ഇത്രയും മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഗ്രൂപ്പിൻ്റെ ഇടയിൽ നാണം കെട്ട് പോകരുത്. അതുപോലെ തന്നെ ഒരു ഇന്ത്യക്കാരി എന്നുള്ള നിലയിൽ മറ്റൊരു ഇന്ത്യക്കാരി ചെയ്യുന്ന പ്രവൃത്തിയിൽ ഞാനും അതിൽ ഉൾപ്പെട്ടു പോകുന്നുണ്ട് ജർമ്മൻകാരുടെ കണ്ണിൽ. അതുകൊണ്ട് മാത്രം പറഞ്ഞൊരു കാര്യമാണ്. ഇനി അടുത്തത് പറയാനായിട്ടുള്ളത് റെസ്റ്റോറൻറ്റിൽ കണ്ടുവരുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ്. നാട്ടിൽ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോകുമ്പം വെയിറ്ററിനെ ഷൂ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അത് യൂഷ്വൽ ആണ് നാട്ടിൽ, അല്ലെങ്കിൽ കോമൺ ആണ് നാട്ടിൽ. പക്ഷെ ജർമ്മനിയിൽ അത് ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് കാണുന്നത്. ഇന്ത്യക്കാരും, അതായത് ഇപ്പം നോർത്ത് ഇന്ത്യൻ ആണെങ്കിലും സൗത്ത് ഇന്ത്യൻ ആണെങ്കിലും നമ്മൾ മലയാളികളാണെങ്കിൽ പോലും ഫാമിലീസ് ഒക്കെ വന്നിരിക്കുമ്പോഴത്തേനും കുറച്ച് പ്രായമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ പോലും അവർ നാട്ടിലെ അതേ കൾച്ചർ തന്നെ ഫോളോ ചെയ്യാറുണ്ട്. ഇങ്ങനെ എന്ന് പറഞ്ഞ് വെയിറ്റർമാരെല്ലാം വെയിട്രസ്മാരെയൊക്കെ വിളിക്കാറുണ്ട്. അത് ഒരു ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ജർമ്മനിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ ടൂറിസ്റ്റ് ആണെങ്കിൽ പോലും ഈ ഒരു കാര്യം മനസ്സിൽ വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. അവരെ നമ്മൾ കൈപൊക്കി നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മളെ കാണുവാണെങ്കിൽ അവർ തീർച്ചയായിട്ടും വരും. അല്ലെങ്കിൽ എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞാലും മതി. പക്ഷെ മിക്ക ആൾക്കാരും ഇങ്ങനെ ഈ ഒരു ഇൻഫോർമൽ ആയിട്ട് ആൾക്കാരെ വിളിക്കുമ്പോഴത്തേന് തുറന്നടിച്ച് അവരുടെ മുഖത്ത് നോക്കി പറയുന്ന വെയിറ്റർമാരും ജർമ്മനിയിലുണ്ട്. ഈ റെസ്റ്റോറൻറ്റിലെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. റെസ്റ്റോറൻറ്റിലാണെങ്കിൽ ഇപ്പം നമ്മൾ ജർമ്മൻകാരുടെ ഒരു ഗ്രൂപ്പായിട്ട് ഇപ്പം ടീം ഡിന്നറിന് ടീം ലഞ്ചിനൊക്കെ പോകുമ്പോഴത്തേന്
ആൾക്കാർ പ്രത്യേകിച്ച് ഇന്ത്യക്കാരിൽ ഞാൻ കണ്ടിരിക്കുന്ന ഒരു സ്വഭാവമാണ്, വാ തുറന്ന് അവർ ചവയ്ക്കും. അത് അവർ ചിലപ്പം വിചാരിക്കാതെ പുറത്തു വരുന്ന ഒരു ആക്ഷനാണ് അത്. അതായത് ഇങ്ങനെ വാ തുറന്ന് എന്ന് പറഞ്ഞാൽ ചവയ്ക്കുമ്പോഴത്തേന് നല്ല ഒച്ച നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. അപ്പം ആ ഒരു പബ്ലിക് സ്പേസിൽ ആൾക്കാർ, ഈ ജർമ്മൻകാർ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഒച്ച കേൾക്കുമ്പോഴത്തേക്ക് ഉപമിക്കുന്നത് ഈ പന്നികൾ ചവയ്ക്കത്തില്ലേ അതുപോലെയാണെന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ടീം ഡിന്നറിന് ഒരു ഗ്രൂപ്പായിട്ടൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോഴത്തേന് കഴിവതും നമ്മളിങ്ങനെ ഒച്ച വെച്ച് ചവയ്ക്കാതിരിക്കുക, സ്വയമായിട്ടൊരു പന്നിക്കുട്ടിയായിട്ട് നമ്മളെ മാറ്റാതിരിക്കുക. ഞങ്ങളുടെ കമ്പനിയിലാണെങ്കിൽ തന്നെ ഞാൻ കണ്ടിരിക്കുന്നത് 2-3 ഇന്ത്യക്കാരൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. ഈ ഇന്ത്യക്കാര് ഈ ബുഫേ ഡിന്നർ അല്ലെങ്കിൽ ലഞ്ച് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമുക്ക് ഇടയ്ക്ക് വരാറുണ്ട്. അങ്ങനെ പോകുമ്പോഴത്തേന് അവരെടുക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അത് ഈ ജർമ്മൻകാരെ പോലെയല്ല. ആ ഒരു പ്ലേറ്റിനകത്തൊരു കൂമ്പാരം പോലെ എടുത്തുകൊണ്ട് വരും. എന്നാൽ ഇത് വല്ലതും കഴിക്കുവോ? അതുമില്ല. അവരെ കാണാൻ മേലാതെയാണ് അവർ സാധനങ്ങളെ ഈ ബുഫേ കാണുമ്പോഴത്തേന് എടുത്തുകൊണ്ട് വരുന്നത്. നമ്മുടെ നാട്ടിലത് കോമൺ ആയിരിക്കും, ഇങ്ങനെ എടുത്തുകൊണ്ട് വന്ന് പിന്നെ കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ കളയുന്നു. പക്ഷെ ഇവിടെ ജർമ്മൻകാർ അങ്ങനെയല്ല. അവർക്ക് വേണ്ടത് മാത്രമേ അവർ ആ പ്ലേറ്റിനകത്ത് എടുക്കത്തുള്ളൂ. അല്ലേ പിന്നെയും വേണമെങ്കിൽ പിന്നെയും പോയി എടുക്കും, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ കൂമ്പാരമായിട്ട് എടുത്തുകൊണ്ട് വരുമ്പോഴത്തേന് അവർക്ക് നമ്മളോടുള്ള ആ ഒരു ഇംപ്രഷൻ ഉണ്ടല്ലോ, അത് വളരെ മോശമായിട്ടുള്ളൊരു ഇംപ്രഷനാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ജർമ്മനിയിൽ വന്ന് ഇവിടെ നമ്മൾ ജോലി ചെയ്യുന്ന ഒരു സാഹചര്യമാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയാലും എവിടെയാണെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ടേബിൾ മാനേഴ്സ് കാണിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ നമ്മൾ കഴിക്കുന്ന കാര്യമൊക്കെ പോട്ടെ, ഈ കഴിച്ചു കഴിഞ്ഞിട്ടുള്ളൊരു ഏമ്പക്കം വിടിയിലുണ്ടല്ലോ, ഇത് കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് ചിരിയായിട്ട് തോന്നുമെങ്കിലും നമ്മളൊരു ഗ്രൂപ്പിൻ്റെ ഇടയിൽ ഇപ്പം ടീം മീറ്റിങ്ങിനൊക്കെ പോയി നല്ല കോട്ടൊക്കെ ഇട്ട് നല്ല ഷൂ ഒക്കെ ഇട്ട് നല്ല കുട്ടപ്പനായിട്ടൊക്കെ ഇരുന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനത്തെ സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കുക. ആ ഒരു ഗ്രൂപ്പിൻ്റെ ഇടയിൽ നമുക്ക് വരുന്നൊരു ഇംപ്രഷൻ, നമ്മൾ തന്നെ വേറൊരു ഇന്ത്യക്കാരൻ ഈ ഒരു ഇന്ത്യക്കാരൻ്റെ സ്വഭാവം കാണുമ്പോൾ തന്നെ നമ്മൾ അവിടെ നാണം കെട്ട് പോകും. അപ്പോൾ പിന്നെ ഇവർ കൂടി കളിയാക്കിയാലോ നമ്മുടെ സകല ഇംപ്രഷനും അവിടെ തകർന്നു വീഴും. പിന്നെ നമ്മൾ ആ കോട്ടിൻ്റെ പച്ചയൊന്നും അവിടെ നമുക്ക് ഉപകാരപ്പെട്ടു എന്ന് വരത്തില്ല. അപ്പം അതുകൊണ്ട് നമ്മളൊരു ഗ്രൂപ്പിൻ്റെ കൂടെ പോകുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചിന്തിക്കണം. ഇപ്പം ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യങ്ങളൊന്നും അല്ല, ഇതൊന്നും ചെയ്യുന്ന കാര്യങ്ങളല്ല. അങ്ങനെയല്ല, ഇതൊക്കെ ഞാൻ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഇനി അടുത്തൊരു വെറുപ്പിക്കുന്ന സ്വഭാവമാണ്, നമ്മളിപ്പോൾ ഒരു ക്യൂവിൽ നിൽക്കുക. അതിപ്പോൾ നമ്മളിപ്പോൾ ബസ്സിൽ കയറാനായിട്ടായിരിക്കും, അല്ലെങ്കിൽ ട്രെയിനിൽ കയറാനായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ സെൻറ്ററിലൊക്കെ നമ്മളിപ്പോൾ ഒരു ക്യൂ പാലിച്ച് നിൽക്കുകയാണെങ്കിൽ ഉടനെ ഇടിച്ചു തള്ളി കയറും. അത് ഇന്ത്യക്കാർ മാത്രമല്ല, ചൈനക്കാരും ഒന്നും ഇതിൽ എക്സെപ്ഷൻ അല്ല. ഇന്ത്യക്കാർ പ്രത്യേകിച്ച് ഞാൻ കണ്ടിട്ടുള്ളത്, ഇപ്പം നമ്മളൊരു ക്യൂ നിൽക്കുമ്പോഴത്തേന് ആദ്യമേ യാതൊരു ചിന്തയില്ലാതെ, എന്നാൽ ഇത്രയും ആൾക്കാർ പുറകെ നിൽക്കുന്നുണ്ടെന്നുള്ള യാതൊരു ചിന്തയില്ലാതെ ഇടിച്ചു തള്ളി കയറും. അതിനകത്ത് പല ആൾക്കാരും ജർമ്മൻകാർ റെസ്പോണ്ട് ചെയ്യും, അവർ അത്ര ക്ഷമ കെട്ടെങ്കിൽ മാത്രമേ റെസ്പോണ്ട് ചെയ്യത്തുള്ളൂ. പക്ഷെ അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ തർക്കിക്കാൻ തുടങ്ങും. എന്നാൽ ഞാൻ ചെയ്തത് തെറ്റാണ്, അങ്ങനെ ഇടിച്ചു തള്ളി കയറാൻ പാടില്ല, കാരണം ഇത്രയും ആൾക്കാർ അവിടെ ക്ഷമയോടെ കാത്തു നിൽക്കുവാണ് എന്ന് യാതൊരു ബോധവും ഇന്ത്യക്കാർക്ക് പലപ്പോഴും ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്, 2 ആൺകുട്ടികൾ അവർ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെങ്കിൽ ഒരാൾ മറ്റൊരാളുടെ കൈയൊക്കെ ഇട്ട് നടക്കാറുണ്ട്. അത് വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ പെൺകുട്ടികളാണ് കൈ പിടിച്ച് നടക്കാറുണ്ട് ഒരു കൂട്ടിന്, അവരുടെ ബെസ്റ്റ് ഫ്രണ്ട്സുമായിട്ട്. അതേ കാര്യം ജർമ്മനിയിൽ വന്ന് ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജർമ്മൻകാർ ആ ഒരു കണ്ണിലൂടെ അല്ല ഈ ഒരു കൈ തോളലിട്ട് നടക്കുന്നത് അല്ലെങ്കിൽ കൈ പിടിച്ച് നടക്കുന്നതും കാണുന്നത്. ഈ ജർമ്മൻകാർ അതിനെ വിശേഷിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അവർ കാണുന്നത് നിങ്ങളൊരു LGBTQ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആൾക്കാരാണ് എന്നുള്ള രീതിയിലാണ്. അതായത് ആണുങ്ങൾ നടക്കുമ്പോഴത്തേക്കും നിങ്ങളൊരു ഗേ ആണ്, അല്ലെങ്കിൽ പെണ്ണുങ്ങൾ തമ്മിലാണെങ്കിൽ ലെസ്ബിയൻ ആണെന്നുള്ള ചിന്തയാണ് അവർക്ക്. ഇവിടെ അങ്ങനെയാണ് അതിനെ അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ജർമ്മനിയിൽ വന്ന് നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേനും ഒന്ന് സൂക്ഷിക്കണം, അൺലെസ് നിങ്ങൾ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആൾക്കാരല്ല എങ്കിൽ. ജോലി സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നൊരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ കൊളീഗ്സിൻ്റെ ഇടയിലൊക്കെ നമ്മുടെ പേഴ്സണൽ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുന്നത്. ജർമ്മൻകാർ പൊതുവെ ഇത് ചെയ്യാറില്ല. അത്രയ്ക്ക് ക്ലോസ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ അവരിപ്പം, അതും കമ്പനിയിൽ ഇരുന്നുകൊണ്ട് അവർ പറയത്തില്ല, വെളിയിൽ എവിടെയെങ്കിലും നമ്മളിപ്പോൾ കോഫിക്ക് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ എന്തെങ്കിലും ലഞ്ച് കഴിക്കാൻ പോവുകയാണെങ്കിൽ അവർ അറ്റവും മുറിയെല്ലാം നമ്മളോട് പറയും. അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അത് അത്ര സഹിക്കാൻ മേലാത്ത പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാത്രമേ അവർ പറയത്തുള്ളൂ. അല്ലാതെ ഇന്ത്യക്കാരെ പോലെ
ഈ തുറന്നടിച്ച് എല്ലാ കാര്യങ്ങളും അങ്ങ് പറയും. എൻ്റെ വീട്ടിലെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ഇങ്ങനെയാണ്, എൻ്റെ പേഴ്സണൽ ലൈഫ് ട്രാജഡിയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ക്ലോസ് ആവുന്നതിന് മുന്നേ തന്നെ ജർമ്മൻകാരോട് പറയുന്ന ഒരുപാട് ഇന്ത്യക്കാരെ ഞാൻ പേഴ്സണലി കണ്ടിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള കഥകൾ. ഇതെല്ലാം ജർമ്മൻകാർക്ക് കൊടുക്കുന്ന ഒരു ഇംപ്രഷൻ എന്ന് പറയുന്നു, ഇന്ത്യക്കാരുടെ എല്ലാം വീട്ടിൽ ഇതുപോലെയാണ്, അല്ലെങ്കിൽ അവരിങ്ങനെ കംപ്ലെയിൻ ചെയ്യുന്ന ആൾക്കാരാണ് എന്നിങ്ങനെയുള്ള ഒരു ഇംപ്രഷനാണ് ജർമ്മൻകാർക്ക് പൊതുവെ കൊടുക്കാറുള്ളത്. ജർമ്മൻകാരെപ്പോഴും കറക്റ്റായിട്ട് പറഞ്ഞ സമയത്ത് തന്നെ അപ്പോയിൻമെൻറ്റുകൾക്ക് വരുന്ന ആൾക്കാരാണ്. പഞ്ച്വാലിറ്റി അത് ഇവരെ കണ്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട്. 10 മണിക്കാണ് നമ്മളൊരു അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്തേക്കുന്നതെങ്കിൽ 9:59 ആകുമ്പം ജർമ്മൻകാർ മിക്കവരും അവിടെ തന്നെയുണ്ട്. നമ്മുടെ നാട്ടിൽ നമുക്കറിയാം 10 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 മണിയാവാതെ ആൾക്കാർ വരാറില്ല. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു യുവതലമുറയൊന്നും അങ്ങനെയല്ല, കൂടുതലും പഞ്ച്വാലിറ്റി ഒക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ ഇവിടെ ജർമ്മനിയിൽ ചില ആൾക്കാർ, ഞാൻ എല്ലാവരെയും കുറിച്ചല്ല പറയുന്ന ഇന്ത്യക്കാരെ, പക്ഷെ ചില ആൾക്കാർ ഇപ്പോഴും അതേ കാര്യം തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് 10 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10:15 ആവാതെ അവർ വരാറില്ല. അത് ഞാൻ കൂടുതലും എക്സ്പീരിയൻസ് ചെയ്തേക്കുന്ന ഇൻ്റർവ്യൂവിനൊക്കെയാണ്. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ത് സംഭവിച്ചാലും കറക്റ്റ് 10 മണിക്ക് തന്നെ വരണം എന്നല്ല. പല കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ലേറ്റ് ആകാം. അതായത് ഇപ്പം നമ്മൾ ട്രാഫിക് ബ്ലോക്കിൽ പെട്ടുപോയി, അല്ലെങ്കിൽ നമ്മൾ ട്രെയിൻ ലേറ്റ് ആയിരുന്നു. ഇവിടെ ട്രെയിൻ ലേറ്റ് ആകുക എന്ന് പറയുന്നത് വളരെ യൂഷ്വൽ ആയിട്ടുള്ള സംഭവമാണ്. അതെല്ലാ ജർമ്മൻകാർക്ക് അറിയുകയും ചെയ്യാം. ജർമ്മൻ ട്രെയിനുകൾ എപ്പോഴും ലേറ്റ് ആയിട്ടേ ഓടാറുള്ളെന്നുള്ള കാര്യം. ഞാൻ ഈ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ലേറ്റ് ആകും എന്ന് നമുക്കൊരു 10 മിനിറ്റ് മുന്നേ നമുക്ക് തോന്നുവാണെങ്കിൽ, പറഞ്ഞ സമയത്ത് നമുക്ക് അവിടെ എത്താൻ പറ്റില്ല എന്നൊരു തോന്നൽ നമുക്കുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് മുന്നേ അല്ലെങ്കിൽ 10 മിനിറ്റ് മുന്നേ അവരെ വിളിച്ച് പറയുക, അല്ലെങ്കിൽ അവർക്കൊരു മെസ്സേജ് അയക്കുക, ഇന്ന കാരണത്താൽ ഞാൻ ലേറ്റ് ആകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാകാവുന്നുള്ള കാര്യമേ ഉള്ളൂ. ഇത് പറയാതെ നമ്മളൊരു 10:30 ആകുമ്പോഴത്തേനും ചെല്ലുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്ന ആ ഒരു ഇംപ്രഷൻ വളരെ മോശമായിട്ടുള്ള ഇംപ്രഷൻ ആയിരിക്കും. നിയമങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരാണ് ജർമ്മൻകാർ. എല്ലാത്തിനും ഇവർക്ക് നിയമങ്ങളാണ്. അതായത് ഇപ്പം നമ്മൾ വേസ്റ്റ് സെപ്പറേഷന് പോലും ഒരുപാട് നിയമങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു രാജ്യമാണ് ജർമ്മനി. ജർമ്മൻകാർക്ക് അത് കുഴപ്പമില്ല, കാരണം അവർ ജനിച്ച് വീഴുമ്പോൾ തൊട്ടേ അവർ ശീലിച്ച് വരുന്ന കാര്യങ്ങളെല്ലാം ഈ നിയമങ്ങൾ അനുസരിച്ചുള്ള കാര്യങ്ങളാണ്. നമ്മളെപ്പോലുള്ള ഇന്ത്യക്കാർക്ക് ഇപ്പം നാട്ടിൽ ഒരു വേസ്റ്റ് സെപ്പറേഷൻ റൂളോ അല്ലെങ്കിൽ നിയമമോ ഒന്നുമില്ല. അങ്ങനെയുള്ള നമ്മൾ ജർമ്മനിയിലേക്ക് വന്ന് ഇവരുടെ നിയമങ്ങളൊക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഇവരുടെ നിയമങ്ങളൊക്കെ ഫോളോ ചെയ്യണം എന്നുള്ളൊരു സാഹചര്യം വരുമ്പം പല ആൾക്കാരും അത് നിരസിക്കുക ചെയ്യുന്നത്. അവരത് ഫോളോ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വേസ്റ്റ് സെപ്പറേഷൻ. പ്ലാസ്റ്റിക് വേസ്റ്റ് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ മാറ്റി വെക്കണം. അതെടുക്കാനായിട്ട് നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ആൾക്കാർ വരും. അതുപോലെ തന്നെ നമ്മൾ ഈ ബയോ വേസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ കിച്ചൺ വേസ്റ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് വേണം നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെയാണ് ബാറ്ററി, ഗ്ലാസ് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. അപ്പോൾ എല്ലാത്തിനും നിയമങ്ങളുണ്ട്. മിക്ക ഇന്ത്യക്കാർക്കും ഇത് അറിയാം, പക്ഷെ അവരത് ഫോളോ ചെയ്യാറില്ല. അവരെല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് എല്ലാം കൂടെയാണ് അവർ വേസ്റ്റിൻ്റെ വണ്ടി വരുമ്പോഴത്തേന് ഏതെങ്കിലും ഒരു കണ്ടെയ്നറിൽ ഇട്ടാണ് കൊടുക്കുന്നത്. ഇത് ഏറ്റവും വലിയൊരു തെറ്റാണ് ചെയ്യുന്നത്. കാരണം ഇത്രയും ആൾക്കാർ അല്ലെങ്കിൽ ജർമ്മൻകാർ ഇത് ഫോളോ ചെയ്യുമ്പോഴത്തേനും നമ്മൾ മനഃപൂർവ്വം നമ്മുടെ മടി കൊണ്ട് ചെയ്യാതിരിക്കുന്ന കാര്യമാണിത്. അപ്പം ജർമ്മൻകാർ കണ്ടു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും നമ്മളിപ്പം വേസ്റ്റ് കൊണ്ട് കളയുമ്പോഴത്തേന് അവരത് നോട്ടീസ് ചെയ്യണം. തീർച്ചയായിട്ടും നമ്മുടെ മുഖത്ത് നോക്കി പറയും ഇന്ന സാധനം ഈ പ്ലാസ്റ്റിക് വേസ്റ്റിൽ ഇടാനായിട്ട് പാടില്ലെന്നുള്ള കാര്യം. അപ്പം ഇതുപോലെ ഒരുപാട് ഇൻസിഡൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് ആൾക്കാർ ചെയ്യുന്നത്. അപ്പം ദൈവത്തെ ഓർത്ത് നിങ്ങൾ ജർമ്മനിയിലുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വേസ്റ്റ് സെപ്പറേഷന് വളരെ വലിയൊരു കാര്യമായി തന്നെ കാണുക, അത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചില ഇന്ത്യക്കാർ, അത് ഇന്ത്യക്കാർ മാത്രമല്ല ശ്രീലങ്കൻസും ഒക്കെ കൂടുതൽ സ്വാതന്ത്ര്യം നമ്മളിൽ എടുക്കും. അതായത് ഇപ്പം നമ്മൾ ഒരു പ്രാവശ്യം അവരെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ. പിന്നീട് നമ്മളെ കാണുമ്പോഴത്തേനും ഉടനെ അവർ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ശമ്പളം എത്ര കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി എന്താണ്, നിങ്ങളുടെ ശമ്പളമാണ് ആദ്യം ആൾക്കാർക്ക് അറിയേണ്ടത്. പിന്നെ അതുപോലെ നമ്മുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ്, നിങ്ങൾ കല്യാണം കഴിച്ചതാണോ, എങ്ങനെയാണ് ജർമ്മനി വന്നത്. അതായത് നമ്മൾ അവരെ കണ്ടൊന്ന് പരിചയപ്പെടുന്നതിന് മുന്നേ തന്നെ അവർ നമ്മളോട് ഒരു ഓവർ സ്വാതന്ത്ര്യം എടുക്കുക, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം അറിയാനായിട്ടാണ് ഏറ്റവും കൂടുതൽ താല്പര്യം ആൾക്കാരിൽ കണ്ടിരിക്കുന്നത്. അതിപ്പം ഇന്ത്യക്കാരോട് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് ജർമ്മൻകാരനോടൊക്കെ ചോദിക്കുമ്പോഴത്തേനും അവൻ ഉടനെ എടുത്തടിച്ച പോലെ മുഖത്ത് പറയും അത് നീ അറിയേണ്ട കാര്യമില്ലെന്ന്. കാരണം അവർക്ക് നമ്മളുമായിട്ട് ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ വരാനായിട്ട് കുറച്ച് സമയം എടുക്കും, ഒന്ന് ജെല്ലാവാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഓക്കെ സാലറി, എന്നാൽ പോലും നമ്മൾ നേരിട്ട് ഒരാളോട് സാലറി ചോദിക്കുന്നത് അത്ര കറക്റ്റായിട്ടുള്ള ഒരു കാര്യമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. സാലറി അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് അതൊക്കെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതൊന്നും ഇപ്പം നമ്മൾ അറിയേണ്ട ആവശ്യമില്ല.
അടുത്തൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഇന്ത്യക്കാർ നമ്മുടെ അടുത്തൂടെ പാസ് ചെയ്യുമ്പോഴത്തേന് അവരുടെ വീട്ടിൽ എന്തായിരുന്നു കറി എന്നുള്ളത് നമുക്ക് മണത്ത് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഇപ്പോൾ രാജ്മ ചാവലാണോ, അല്ലെങ്കിൽ സാമ്പാറായിരുന്നോ, അല്ലെങ്കിൽ അവിയലായിരുന്നോ, ചിക്കൻ കറി ആയിരുന്നോ. കാരണം അവരുടെ ജാക്കറ്റിൽ അതിന് നല്ല മണം നമുക്ക് മണക്കാനായിട്ട് പറ്റും. അതിപ്പോൾ അവർ തന്നെ അല്ലെങ്കിൽ ഇപ്പം ഒരു സ്ട്രീറ്റിൽ കൂടെ നടന്നു പോകുമ്പോഴൊന്നും കുഴപ്പമില്ല. പക്ഷെ ഒരു ക്ലോസ്ഡ് സർക്കിളിൽ ഇപ്പം നമ്മുടെ ഓഫീസിലെ ആൾക്കാർ വരുമ്പം, അല്ലെങ്കിൽ ഇപ്പം നമ്മളൊരു കടയിൽ നിൽക്കുമ്പോഴത്തേന്, അല്ലെങ്കിൽ ഒരു ജർമ്മൻകാരുമായിട്ട് നമ്മളിപ്പോൾ ഒരു വീട് ഷെയർഡ് അപ്പാർട്ട്മെൻറ്റിൽ ജർമ്മൻകാരും ഇന്ത്യക്കാരും ഒക്കെ ഒരുമിച്ച് താമസിക്കുമ്പം ഇതൊന്നും അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വരത്തില്ല. കാരണം നമ്മുടെ ആ ഒരു വൃത്തിയെക്കുറിച്ച് പോലും അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഫാക്ടറാണ് ഈ ഒരു സ്മെല്ലെന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ കുക്ക് ചെയ്യുമ്പോഴത്തേന് ഒന്നെങ്കിൽ നിങ്ങളുടെ ജാക്കറ്റൊക്കെ ഏതെങ്കിലും അലമാരിക്കകത്ത് വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. അപ്പം ഈ മണമൊന്നും പിടിക്കത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾ റൂമെല്ലാം ഒന്ന് തുറന്നിട്ട് എവിടെയെങ്കിലും വെളിയിൽ പോകുന്നതിന് മുന്നേ എൻ്റെ ജാക്കറ്റിൽ ഇങ്ങനത്തെ ഒരു മണമുണ്ടോ, ഉണ്ടെങ്കിൽ അത് കളയാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് വേണം നിങ്ങൾ പോകാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായി തന്നെ നമ്മുടെ പേര് ചീത്തയാക്കുന്ന ഒരു രീതിയായത്. ഇനി ഞാൻ പറയാൻ പോകുന്ന 2 കാര്യങ്ങൾ നമ്മൾ ജോലി സ്ഥലമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തേന്ന് പറയുന്നത്, ഇപ്പം നമ്മുടെ ബോസ് ഒരു ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ നിന്ന് വരുന്ന ഒരാളാണെങ്കിൽ അയാൾ എപ്പോഴും നമ്മളെ ഒരു മൈക്രോ മാനേജ്മെൻറ്റ് ചെയ്യാനായിട്ട് നോക്കും. അതുപോലെ തന്നെ അയാൾ പറയുന്ന നിയമം ജൂനിയേഴ്സ് എല്ലാവരും അനുസരിക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയോട് കൂടിയായിരിക്കും അവർ ജോലി ചെയ്യുന്നത്. ഇതേ സമയത്ത് നമ്മുടെ ഒരു ബോസ് ജർമ്മൻകാരനാണെങ്കിൽ അയാൾ ഒരിക്കലും മൈക്രോ മാനേജ്മെൻറ്റ് ചെയ്യത്തില്ല. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ആ ഒരു ജോലി ചെയ്യുന്ന ആ ഒരു സ്പേസിൽ ഒരു കംപ്ലീറ്റ് ഫ്രീഡം നമുക്ക് കിട്ടും. തീർച്ചയായിട്ടും ജോലി ചെയ്യണം, അതല്ല പറഞ്ഞത്. പക്ഷേ നമുക്ക് ചെയ്യാനായിട്ടുള്ള ആ ഒരു സ്വാതന്ത്ര്യം നമുക്ക് കൂടുതലായിരിക്കും. നമ്മളെങ്ങനെ ഏത് സമയം അയാൾ പറയുന്ന നിയമങ്ങൾ തന്നെ അനുസരിച്ച് അല്ലെങ്കിൽ തന്നെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളൊരു കടുംപിടുത്തം ജർമ്മൻകാരുടെ ഇടയിലില്ല. പക്ഷെ ഇന്ത്യക്കാരുടെ ഇടയിൽ അങ്ങനെയല്ല. ഇതൊരു പക്ഷേ ഇന്ത്യക്കാർക്ക് കുഴപ്പമില്ല. കാരണം നാട്ടിൽ ജോലി ചെയ്യുന്ന രീതി ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാണ്. കാരണം ഞാനും നാട്ടിൽ ജോലി ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ട് പറയുക. പക്ഷെ ജർമ്മൻകാരാണ് ഇവരുടെ ജൂനിയേഴ്സ് ആയിട്ട് ഇരിക്കുന്നതെങ്കിൽ അവർക്കിത് ഇഷ്ടപ്പെടണമെന്ന് വരത്തില്ല. അടുത്തൊരു കാര്യം ഇവിടുത്തെ നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇവിടെ രാത്രി 10 മണി കഴിഞ്ഞാൽ സൈലന്റ് അവേഴ്സ് ആണ്. അതുപോലെ ഞായറാഴ്ചകൾ റൂഹറ്റാർ എന്ന് പറയും, സൈലന്റ് ഡേ എന്ന്. ഇവിടെ നമ്മൾ ആ സമയങ്ങളിൽ ഭയങ്കരമായിട്ട് ഒച്ച വെക്കാനായിട്ടൊന്നും പാടില്ല. പ്രത്യേകിച്ച് പാർട്ടി, ഒച്ചത്തിലുള്ള പാട്ട് വെക്കാൻ പാടില്ല. അതുപോലെ നമ്മൾ ഡ്രില്ലിങ്, അങ്ങനെയുള്ള വാക്യൂം ക്ലീനിങ് അതൊന്നും നടക്കത്തില്ല. പിന്നെ തീർച്ചയായിട്ടും ഇത് നമ്മൾ താമസിക്കുന്ന ആ ഒരു ലൊക്കാലിറ്റി, നമ്മുടെ താമസിക്കുന്ന ജർമ്മൻകാരുടെ ഇടയിലാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുസരിച്ചിരിക്കും എങ്ങനെയാണ് ആ ഒരു നിയമത്തെ അവർ കാണുന്നതെന്നുള്ളത്. ഇപ്പം നമ്മൾ ജർമ്മൻകാരൊക്കെ ഉള്ള ഒരു ഏരിയയിലാണ് താമസിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇത് നടക്കത്തില്ല. 10 മണി കഴിയുമ്പോൾ ഒച്ച വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ പ്രാവശ്യം ജർമ്മൻകാർ വന്ന് നമ്മളോട് പറയും 10 മണി കഴിഞ്ഞു, നീ ഒച്ച വെക്കാൻ പാടില്ല. പിന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുവാണെങ്കിൽ അവരിവിടുത്തെ പോലീസ്, അതായത് ഓർഡിനൻസ് ആംറ്റ് എന്ന് പറയും, അതായത് റൂൾസ് എല്ലാം നോക്കുന്ന ഒരു അതോറിറ്റി അവർ വിളിക്കും. അവർ വന്നു കഴിഞ്ഞ് വന്ന് നമ്മളെ വാൺ ചെയ്യും. അതല്ല പിന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുവാണെങ്കിൽ ഫർദർ ആക്ഷൻസ് അവർ എടുക്കും. ഈ ഒരു കേസിൽ കൂടുതലും ഇന്ത്യക്കാർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ പാർട്ടിയൊക്കെ 10 മണി കഴിഞ്ഞും അവർ നല്ല ഒച്ചത്തിൽ പാട്ടൊക്കെ വെച്ച് അവരങ്ങ് ആസ്വദിക്കും. ജർമ്മൻകാർ വന്ന് പറഞ്ഞാലും അവർ നിർത്താമെന്ന് പറയുന്നതല്ലാതെ നിർത്തത്തൊന്നുമില്ല. ഞങ്ങളൊരു ഫ്രണ്ട് പറയുന്നുണ്ടായിരുന്നു അവരുടെ ഒരു ഏരിയയിൽ നടന്ന സംഭവം. ഒരു ഇന്ത്യൻ സ്റ്റുഡൻസ്, അതായത് നോർത്ത് ഇന്ത്യനും ഉണ്ട് സൗത്ത് ഇന്ത്യൻ മിക്സ് സ്റ്റുഡൻസ്, അവരുടെ ഗ്രാജുവേഷൻ പാർട്ടി ആഘോഷിക്കുമായിരുന്നു. അപ്പം 10 മണി കഴിഞ്ഞു, പാർട്ടി നേരത്തെ തുടങ്ങിയതാണ്. 10 മണി കഴിഞ്ഞു, പാട്ടൊന്നും നിർത്തിയില്ല, ഡാൻസും പിന്നെ പാർട്ടി എല്ലാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നെയ്ബേഴ്സ് വന്ന് പറഞ്ഞു 10 മണി കഴിഞ്ഞു, ഒച്ച നിർത്തണമെന്ന് പറഞ്ഞിട്ട് നിർത്താമെന്ന് പറഞ്ഞു. പക്ഷെ നിർത്തിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും സ്റ്റാർട്ട് ചെയ്തു. പിന്നെ പോലീസിൽ ഓർഡിനൻസ് ആംറ്റ് വന്നു, അവരെ വാൺ ചെയ്തു, നിർത്താമെന്ന് പറഞ്ഞു, നിർത്തിയില്ല. 1 മണി കഴിഞ്ഞു വെളുപ്പിനെ, എന്നിട്ടും പാർട്ടി നിർത്തിയില്ല. 3ാമത്തെ പ്രാവശ്യം പോലീസ് വന്നപ്പോൾ ഫൈൻ അടിച്ചു കൊടുത്തു. അപ്പോൾ അവരുടെ പാർട്ടിയുടെ കാര്യത്തിലൊരു തീരുമാനമായി. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ ജർമ്മൻകാർ ഇന്ത്യക്കാർ സ്റ്റുഡൻസിന് വീട് കൊടുക്കാനായിട്ടൊന്നും മടിക്കും. കാരണം അവർ നിയമം ഫോളോ ചെയ്യത്തില്ലെന്നുള്ള കാര്യം മിക്ക ജർമ്മൻകാർക്കും ഇവിടെ അറിയാം. ജർമ്മനിൽ നമുക്ക് 2 രീതിയിൽ യു എന്ന് വിളിക്കാം, അല്ലെങ്കിൽ നീ എന്ന് വിളിക്കാം. അത് സി എന്നുണ്ട്, അതായത് ഫോർമലി നമ്മൾ ഒരാളെ അഡ്രസ്സ് ചെയ്യുന്നതും ഡു എന്ന് പറയുന്നത് ഇൻഫോർമലി. അതായത് ഇപ്പം ഞാൻ എൻ്റെ അനിയത്തി അല്ലെങ്കിൽ അനിയനെ അല്ലെങ്കിൽ എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ ഡു എന്ന് പറഞ്ഞ് വിളിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. അതേ സമയത്ത് എന്നെക്കാളും പ്രായമുള്ള ഒരാളെ, അല്ലെങ്കിൽ ഇപ്പം പോലീസുകാരെ, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ബോസിനെയൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോഴത്തേന് സി എന്നാ വെച്ചാൽ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. പിന്നെ അവരെ
നമ്മളൊന്ന് കൂട്ടായി കഴിയുമ്പോൾ പറയും നീ എന്നെ സീ എന്ന് വിളിക്കേണ്ട, ദൂന്ന് നീ വിളിച്ചോളാൻ പറയും. അങ്ങനെ. പക്ഷേ ഇവിടെ നമ്മുടെ ഇന്ത്യക്കാർ പൊതുവെ വന്നു കഴിയുമ്പോഴത്തേന് അല്ലെങ്കിൽ ജർമ്മൻ പഠിക്കുന്ന സമയത്തൊക്കെ ഉള്ള സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിലും അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആരോടെങ്കിലും സംസാരിക്കണമെങ്കിൽ അവരാദ്യമേ അവരുടെ തലയിൽ ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസ് ഉണ്ടാക്കും. എന്നിട്ട് ആ ഇംഗ്ലീഷ് സെൻറ്റൻസിനെ ജർമ്മനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ചോദിക്കാറാണ് പതിവ്. അങ്ങനെ വരുമ്പോഴത്തേന് അവർ ഈ സീ പറയേണ്ട സ്ഥലത്ത് ദൂന്നങ്ങ് പറയും. ഇപ്പം നമ്മളെക്കാളും പ്രായമുള്ള ആൾക്കാരുടെ ഇപ്പോൾ വഴി ചോദിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബസ് വരുന്നുണ്ടോ എന്ന് ചോദിക്കുക, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴും ദൂന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴും അവർക്കത് ഇഷ്ടപ്പെടത്തില്ല. അവർ മുഖത്തടിച്ച പോലെ പറയും നീ എന്നെ ദൂന്ന് വിളിക്കേണ്ട സീന്ന് വിളിക്കാൻ പറയും. അങ്ങനെ പറയുന്ന ജർമ്മൻകാരുണ്ട്. അങ്ങനെ നമ്മൾ കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് ഷോക്കായി പോകും. അപ്പം നമുക്ക് എന്ത് തോന്നും? റേസിസം, നമ്മളോട് അവൻ റേസിസ്റ്റാണ്, എന്നോട് അവൻ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് നാട് മുഴുവൻ പറഞ്ഞു നടക്കും ജർമ്മൻകാർ റേസിസ്റ്റാണ്, അവർക്ക് റേസിസം ഉണ്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ. നമ്മൾ ആരോടാണ് എന്താണ് ചോദിക്കുന്നത്, എങ്ങനെയാണ് ചോദിക്കുന്നത് എന്നൊരു ബോധം നമുക്ക് വേണം. എന്നിട്ട് മാത്രം നമ്മൾ ചോദിക്കാൻ പോകാവുള്ളൂ. പ്രത്യേകിച്ച് മറ്റൊരു ഭാഷയിലാണെങ്കിൽ അതെങ്ങനെ ചോദിക്കണം എന്നുള്ള രീതിയിൽ വേണം ചോദിക്കാനായിട്ട്. ഇംഗ്ലീഷ് ചോദിച്ചോ, ഇംഗ്ലീഷ് അറിയാവുന്നവരോട്. അല്ലാതെ നല്ല പ്രായമായിട്ടുള്ള ജർമ്മൻകാരനോട് ഇംഗ്ലീഷ് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ നല്ല ചീത്ത വിളിക്കും. എന്നിട്ടാണ് ഈ ആൾക്കാർ പറയുന്ന ജർമ്മൻകാർ റേസിസ്റ്റ് എന്ന് പറഞ്ഞ് നടക്കുന്ന മലയാളികൾ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിങ്ങൾ ജർമ്മനിൽ സംസാരിക്കുമ്പോഴത്തേന് ആരോട് എന്ത് എങ്ങനെ എപ്പം ചോദിക്കുന്നു എന്നുള്ളൊരു കാര്യം അല്ലെങ്കിൽ ഒരു ബോധം നിങ്ങൾക്കുണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇവിടെ ഞങ്ങൾ കണ്ടിട്ടുള്ളതും അതുപോലെ ഞങ്ങളോട് ഫ്രണ്ട്സ് പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങൾ, ജർമ്മൻകാരെ വെറുപ്പിക്കുന്ന ഇന്ത്യക്കാരുടെ കുറച്ച് സ്വഭാവങ്ങളെക്കുറിച്ച്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവായി തോന്നിയെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഈ ഒരു ടോപ്പിക്ക് ഞങ്ങളോട് സജസ്റ്റ് ചെയ്തത് ഞങ്ങളുടെ ഒരു ഫോളോവറാണ് അനൂപ്. അപ്പോൾ അനൂപിനോടൊരു താങ്ക്സ് പറയുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ പറയുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുമല്ലാതെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കമൻസിൽ പറയണം. ഞങ്ങളുടെ വീഡിയോസ് എല്ലാം ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. അടുത്ത വീഡിയോയിൽ കാണാം. അതും എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ ബൈ.